ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനിതാ ഒരു ഗ്ലാസ് അരിപ്പൊടി കൊണ്ട് നമുക്ക് വൈകുന്നേരങ്ങളിലൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന വളരെ ഈസി ആയിട്ടുള്ളൊരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പി ആട്ടോ കാണിക്കുന്നത്. ഞാനിവിടെ ഒരു സവാള ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിലേക്ക് മല്ലിയില, കറിവേപ്പില, നമുക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള 2 പച്ചമുളകും കൂടി ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു പാൻ അടുപ്പിൽ വെച്ചതിന് ശേഷം ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെള്ളം നല്ലപോലെ ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്കതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് എടുത്ത് വെച്ചിട്ടുള്ള ഒരു ഗ്ലാസ് അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ വറുത്തിട്ടുള്ള അരിപ്പൊടിയാട്ടോ എടുത്തത്. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി അതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള സവാളയും പച്ചമുളക്, കറിവേപ്പില, മല്ലിയില എല്ലാം കൂടി ചേർത്തും കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ഫ്ലേവറിന് വേണ്ടി ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഏകദേശം എല്ലാം നല്ല രീതിയിലെല്ലാം മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാറിയതിന് ശേഷം കയ്യിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ആക്കിയതിന് ശേഷം നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. പത്തിരിക്കൊക്കെ കുഴക്കുന്ന രീതിയിൽ ഒന്ന് നല്ല രീതിയിൽ സോഫ്റ്റാക്കി ഒന്ന് കുഴച്ചെടുക്കാം. ഇനി അതിൽ ചെറിയ ബോൾസ് ആക്കിയിട്ട് വളരെ കനം കുറഞ്ഞ് ഒന്ന് പരത്തിയെടുക്കാം. അധികം കട്ടി കൂടാത്ത രീതിയിൽ വേണം പരത്തിയെടുക്കാൻ. അങ്ങനെ ഞാൻ ഇതെല്ലാം പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ചതിന് ശേഷം നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായതിനു ശേഷം ഞാനിതിലേക്ക് പരത്തി വെച്ചിട്ടുള്ളതെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് വളരെ കുറഞ്ഞ വെളിച്ചെണ്ണ മതിയിട്ട് ഒരുപാട് ഓയിലിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇനി ഇത് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും. ഇനി ഇതെല്ലാം ഒന്ന് മറിച്ചിട്ടെടുക്കാം. അത് 1-2 പ്രാവശ്യം തിരിച്ചു മറിച്ചിട്ട് പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടിക്കോളും. ഇപ്പോൾ ഏകദേശമൊക്കെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്നും കൂടെ മറിച്ചിട്ടിട്ട് നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ സ്നാക്സ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക് യു.